ഹായ്, എനിക്ക് ഒരാൾ കൊണ്ടുവന്ന് തന്നൊരു കമൻ്റാണ് ഇത്. സീക്രട്ട് ഏജൻറ്റിൻ്റെ കമൻറ്റ് ബോക്സിൽ അവർ കൊണ്ടിട്ട കമൻ്റാണ്. ഐ ഡോണ്ട് നോ എക്സാക്ട്ലി, മേ ബി ആയിരിക്കാം. ഇങ്ങനെ സ്ക്രീൻഷോട്ട് കാണുമ്പോൾ അത് കറക്റ്റായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ഇട്ടിരിക്കുന്ന കമൻറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോരാജ് ഷെഫീന ബീബി പറയുന്നു, നിങ്ങൾ അനുമോൾക്ക് എതിരെ പറയാൻ ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ പുള്ളിക്കാരൻ അതിനകത്ത് മറുപടി കൊടുത്തിരിക്കണം, അവർക്ക് എന്തും പറയാം, സീറോ ക്രെഡിബിലിറ്റി. വാവ്, സൂപ്പർ. എനിക്ക് ക്രെഡിബിലിറ്റിയുടെ അർത്ഥം അറിയത്തില്ല കേട്ടോ, എന്നാലും ഞാൻ പറയാം. എന്തുകൊണ്ടും സായി കൃഷ്ണയെയും സിജോയെക്കാളും ഒക്കെ ക്രെഡിബിലിറ്റി ഉള്ള വ്യക്തി തന്നെയാണ് ഞാൻ ആരെയും കുതികാല് വെട്ടിയിട്ടില്ല. എനിക്ക് ശത്രുക്കളുണ്ട് എന്ന്, അതായത് ഈ ഒരു ഫീൽഡിൽ ഇപ്പം നമ്മളിപ്പം വിമർശനങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്നവർക്കിടയിൽ എനിക്കൊരു എതിരാളി ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നിയിട്ടില്ല. ബിക്കോസ് ഐ നോ മൈ പ്ലേസ്. എനിക്ക് എൻ്റെ സ്പേസ് എന്താണെന്ന് അറിയാം. ഞാൻ എന്ന വ്യക്തിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് അറിയാം. ആ ഒരു ലെവലിലേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഞാൻ കുറച്ച് മുകളിലുള്ള ആൾക്കാരോ കുറച്ച് താഴെയുള്ള ആൾക്കാരോ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. എനിക്ക് എൻ്റേതായ ക്രെഡിബിലിറ്റി ഉണ്ട്. ഞാൻ മറ്റൊരാളുടെ ക്രെഡിബിലിറ്റി കടമെടുക്കാറില്ല. മറ്റൊരാൾ ഉയർന്നു വരുമ്പോൾ അതെനിക്ക് പാരയാകുമോ എന്ന് ചിന്തിച്ച് അവരുടെ ചാനൽ പൂട്ടിക്കാൻ കാശ് കൊടുക്കാറില്ല. പിന്തുടർന്ന് ആക്രമിക്കാറില്ല. വളരെ അധികം വേർബൽ റേപ്പിങ്ങിന് കൊടുക്കാൻ വേണ്ടിയിട്ട് സംഘടന രൂപീകരിച്ചിട്ടില്ല. ഇതൊക്കെ ചെയ്ത ശേഷം ഒരു നാണവും മുളുപ്പുമില്ലാതെ താത്തീന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ടുമില്ല. സോ മൈ ക്രെഡിബിലിറ്റി ഈസ് ദെയർ. ഇനി ഈ ഒരു വിഷയം ഒന്നും കൂടെ പറയാം. ഞാനല്ല പറഞ്ഞത് ഇവൻ പൈസ വാങ്ങിയിട്ടുണ്ട്. എനിക്കെങ്ങനെ അറിയാൻ പറ്റും ഇവൻ പൈസ വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്? എനിക്കറിയത്തില്ല. അനുമോളെ ഡീഗ്രേഡ് ചെയ്യാൻ ഇവൻ പൈസ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് ആ ഏജൻസികളാണ്. നിങ്ങളെന്തിനാ തെറ്റായി അവിടെ പോയി പറഞ്ഞു കൊടുക്കുന്നത്? ഏജൻസികളാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. സായിയും സിജോയും അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി എന്നാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, 1-2 വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. ഫേസ്ബുക്കിലാണ് ഞാൻ കണ്ടത്. ഈ സിജോ തന്നെ സംസാരിക്കുന്നുണ്ട്, അനുമോൾ അവിടെ കാണിക്കുന്നതൊന്നും ശരിയല്ല. എന്താ ശരിക്കുറവ്? അത് ചോദിക്കുമ്പോൾ അവനിക്ക് ഉത്തരമില്ല. അതായത് എന്തോ പറഞ്ഞൊപ്പിക്കാൻ വേണ്ടിയിട്ട് അനുമോളെ ഡീഗ്രേഡ് ചെയ്യാണ് ഈ 2 മഹാന്മാരും കൂടെ ചെയ്യുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ കുറേ അധികം പേര് നിന്നുകൊണ്ട് ക്രൗഡായി നിന്നുകൊണ്ട് ഒരു നുണ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗീബൽസിയൻ തിയറി പോലെ അത് സത്യമാകുമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഈ വർത്തമാനം പറയുന്നതെങ്കിൽ നടക്കൂല. ഇതേ ഒരു കാര്യം, അതായത് ഈ ഒരു ബിഗ് ബോസിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നിടം വരെ ജാസ്മിനെ പറ്റിയിട്ട് വളരെ മോശം പറയുകയും അതിനകത്ത് ചെന്ന് ജാസ്മിൻ്റെ വാലാട്ടിക്കൊണ്ട് നടന്നിട്ട് പട്ടിയെ പോലെ നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇയാളും. ഇയാളുടെ ക്രെഡിബിലിറ്റി എനിക്ക് വേണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കത്തില്ല. എനിക്കൊരാളോട് ഒരു ഒപ്പോസിഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഒപ്പോസിഷൻ തന്നെയാണ്. അത് മുഖം നോക്കാതെ പറയുന്ന വ്യക്തിയാണ് ഷെഫീന. ഷെഫീനക്ക് ക്രെഡിബിലിറ്റി ഉണ്ട്. എടാ, നീ എൻ്റെ ചാനൽ അടിച്ച് കളഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് നിന്നെക്കാൾ 1%, 1 ഇഞ്ചെങ്കിലും കൂടുതൽ സബ്സ്ക്രൈബറുമായിട്ട് നിന്നിട്ടുണ്ടാകും. നിന്റെ ഭയമാണ് നീ എൻ്റെ ചാനൽ അടിച്ച് കളഞ്ഞത്, അല്ലേ? നീ അത് ചെയ്തിട്ടില്ലേ? എൻ്റെ മകൻ തന്നെ പറഞ്ഞിട്ടില്ലേ, എൻ്റെ കുഞ്ഞിന് ഇളയ വാവയ്ക്ക് 1 മാസത്തോളം സ്കൂളിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ നീ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. അത് മൂത്ത കുഞ്ഞുവെന്ന് എത്ര വിഷമത്തോടെയാണ് പറഞ്ഞത്. അത്രയൊന്നും വൃത്തിയേട് ഞാൻ ആരോടും ചെയ്തിട്ടില്ലല്ലോടാ. എന്നിട്ട് നീ ഓടി വന്ന് എൻ്റെ അടുത്തിരുന്നപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? സായി സുഖം അല്ലേ എന്നല്ലേ ചോദിച്ചുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് ക്രെഡിബിലിറ്റി മാൻ. ഒരു വ്യക്തിയെ മനസ്സിലാക്കുക. ഒരു വ്യക്തിക്ക് എത്രത്തോളം ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് സ്വയം മനസ്സിലാക്കുക. നിന്റെ ക്രെഡിബിലിറ്റി എനിക്ക് ആവശ്യമില്ലടാ. ഞാൻ ആരെയും സോപ്പിടാൻ പോവാറില്ല, അതിൻ്റെ ആവശ്യമില്ല. ഞാൻ എന്ന വ്യക്തി എങ്ങനെയാണോ അങ്ങനെ ഞാൻ നിലകൊള്ളും. എനിക്ക് നിന്നെ ഭയവുമില്ല, എനിക്ക് നിന്നോടൊരു അക്സെപ്റ്റൻസുമില്ല. നീ കാണിക്കുന്ന തെണ്ടിത്തരത്ത് ഞാൻ പറയാനും വന്നിട്ടില്ല. നീ ഉണ്ടാക്കിയ സംഘടന ആദ്യം ടാർഗറ്റ് ചെയ്തത് എന്നെ തന്നെയാണ്. നിന്റെ സംഘടനയുള്ള ഓരോ വ്യക്തികളെയും ഞാൻ എടുത്തു വെച്ച് പറഞ്ഞു. അതെൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു സമൂഹത്തിനെ ഇളക്കി വിടാൻ വേണ്ടിയിട്ട് ഞാൻ ഞാൻ ഇഗ്നോർ ചെയ്ത ഒരു സംഗതി എടുത്തുകൊണ്ടുവന്ന് ഒരാളെ കൊന്നുകളയാൻ തക്കം ആഹ്വാനം കൊടുത്തൊരു വൃത്തികെട്ടവനാണ് നീ. ആ ക്രെഡിബിലിറ്റി എനിക്ക് വേണമെന്ന് നിർബന്ധം പിടിക്കല്ലേ സായി. മോശമാണേ. പിന്നെ ഒന്നും പറയാനില്ല. ഇപ്പോഴും എന്നോടൊരു വാക്കും എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നവരോടത്ത് മറ്റൊരു വാക്കും പറയുന്ന ഒരു പ്രത്യേകതരം സാധനമാണ് നീ. നിനക്കുള്ള ക്രെഡിബിലിറ്റി എനിക്ക് വേണമെന്ന് ഞാൻ ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ല, താല്പര്യവുമില്ല. ബൈ ദ വേ, ഈ ഒരു വിഷയം ഷെഫീനയല്ല പറഞ്ഞത്. ഷെഫീനയുടെ ചാനൽ വഴി അത് പബ്ലിക്കായി. അതിൻ്റെ റീസൺ എന്താണെന്നറിയാം? മറ്റുള്ളവർക്ക് ഭയമുണ്ടാകും ഇത്തരം കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യാൻ. എനിക്ക് ആ ഭയമില്ല. അതെന്തുകൊണ്ടാണെന്നാ? ക്രെഡിബിലിറ്റി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഏകദേശം നിനക്ക് ക്രെഡിബിലിറ്റി എന്താണെന്ന് മനസ്സിലായില്ലേ സായിക്ക്? മനസ്സിലായാൽ നല്ലത്. ഏതായാലും ഈ വിഷയം ഞാനല്ല പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഇവർ പൈസ വാങ്ങിയിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ അവർക്കിടയിലുള്ള ആളുമല്ല. എനിക്കതിനെ പറ്റിയൊന്നും അറിയത്തില്ല. പക്ഷേ ഇവൻ ചെയ്ത 1-2 കാര്യങ്ങൾ, ഇപ്പം നമ്മൾ തിരുവനന്തപുരത്തുള്ള
ഹാൻഡിക്യാപ്പായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങുമ്പോൾ അന്ന് അവിടെ പോയി അവിടെ വിസിറ്റ് ചെയ്ത് അതിൻ്റെ റിയൽ സംഗതി പുറത്തേക്ക് കൊണ്ടെത്തിച്ചവളാണ് ഞാൻ. അതിനുശേഷം അവൻ വായി തുറന്നില്ലല്ലോ. അതുവരെ ഇവർ ഒന്നടങ്കം നിന്നിരുന്നു അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ അവർ സ്റ്റോപ്പായേ? എന്തുകൊണ്ട് സ്റ്റോപ്പായി? അപ്പം എൻ്റെ ക്രെഡിബിലിറ്റി അവിടെയുണ്ട്. പക്ഷെ അതിന് ഞാൻ ഫെയിം ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ നിന്നെ പോലെ കണ്ട ചാനലുകളിൽ പോയിരുന്ന് വിവരണവും വിശദീകരണവും കൊടുത്തില്ല. എനിക്കൊരു ചാനലുണ്ട്, ഞാൻ ആ ചാനലിൽ കൂടെ മാത്രമേ കാര്യങ്ങൾ പറയുന്നുള്ളൂ. ആ ക്രെഡിബിലിറ്റി മതി എന്ന് വിചാരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എനിക്കതിനകത്ത് നല്ല സന്തോഷവും സമാധാനവും ഉണ്ട്. പിന്നെ 5 രൂപയ്ക്കും 10 രൂപയ്ക്കും വേണ്ടിയിട്ട് ഇമാതിരി പരിപാടിക്ക് ഞാൻ പോകത്തില്ലടാ. അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ആവശ്യത്തിന് അത്യാവശ്യത്തിന് ഇതിൽ നിന്ന് വരുമാനം വരുന്നുണ്ട്. ആ വരുമാനം ധാരാളമാണ്. ഐ എം വെരി ഹാപ്പി വിത്ത് ദാറ്റ്. ആക്രാന്തവും അമിതമായിട്ടുള്ള ഈ ഒരു ആർത്തിയും ഒന്നും എനിക്കില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ നിലനിൽക്കുന്നത്. നിനക്കാണ് ആ പേടി, നിലനിൽപ്പിനെ ബാധിക്കുമോ എന്ന് കരുതി ന്യൂ കമ്മിങ് അല്ലെങ്കിൽ അപ്കമ്മിങ് ആയിട്ടുള്ളവരെ തന്നെ തലവെട്ടിയിടാൻ വേണ്ടിയിട്ട് നീ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും അതിൽ കൂടെ ഈ ചതുരംഗ പ്ലേ അത്രയും നടത്തിയത്. ആ ഏജ് കഴിഞ്ഞാണ് ഈ ഏജിലേക്ക് എത്തിയത്. ആ ഇരുത്തം എനിക്കുണ്ടാവും. ആ ഇരുത്തത്തിനെയാണ് ഞാൻ ക്രെഡിബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പറഞ്ഞവർക്കെതിരെ പറയുക. എൻ്റെ സീറോ ക്രെഡിബിലിറ്റി നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. നിന്നോളം തരം താഴാൻ ഞാനില്ലടാ. തെറിയൊക്കെ പറയും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിന്നെക്കാൾ മാന്യതയുണ്ട്, നിന്നെക്കാൾ വ്യക്തിത്വവും, നിന്നെക്കാൾ നല്ല കുടുംബ പാരമ്പര്യവും മഹിമയും ഉണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. നീ ഇപ്പോൾ ഇതിൻ്റെ പുറകെ നിന്നൊരു കുടുംബ പാരമ്പര്യം നീ തന്നെ പറഞ്ഞ വോയിസ് എൻ്റെ കയ്യിലുണ്ട്. നീ അത് അന്വേഷിച്ചപ്പോൾ നീ അറിഞ്ഞു എന്ന്, എൻ്റെ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു എന്ന് നീ തന്നെ പറയുന്ന വോയിസ് ഉണ്ട്. പഴയ വോയിസ് ഒന്ന് എടുത്ത് കൊണ്ടുവരാൻ നിർബന്ധിക്കല്ലേ സായി. ഞാൻ മഹാകൂറയടാ, ഞാൻ പഴയതും കൊണ്ട് ഇറങ്ങും. എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. ഓക്കെ? നീ നശിപ്പിച്ചൊരു പെണ്ണുണ്ട്, ഞാൻ കണ്ടിരുന്നു ആ കല്യാണ പാർട്ടിയിൽ. കഷ്ടമുണ്ടടാ. നീയൊക്കെ കൂടെ നടന്ന് നശിപ്പിച്ചതാണ് ആ കൊച്ചിൻ്റെ ജീവിതം. എന്തിനാണ് ഇതുപോലൊരു ഇഷ്യൂസൊക്കെ വരുമ്പം അതുങ്ങളടുത്ത് പറഞ്ഞു കൊടുക്കേണ്ട രീതിയിൽ പറഞ്ഞൊരു മൂത്ത സഹോദരൻ ചെയ്യേണ്ട കടമയ്ക്ക് പകരം അതുങ്ങളെ വെച്ച് പണം ഉണ്ടാക്കിയ നീ എൻ്റെ ക്രെഡിബിലിറ്റി അന്വേഷിച്ച് വരല്ലേ. നന്ദി. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു സ്വസ്ഥതയില്ല. അതുകൊണ്ടാണ്. താങ്ക് യു.